ഡിപ്പാർട്ട്മെന്റിൽ ഷോൾഡർ പെയിൻ ആയിട്ട്, അപ്പോൾ ഷോൾഡർ പെയിൻ എന്നല്ല, വേറെ ഏത് രീതിയിലുള്ള പെയിനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരുമ്പോൾ ആദ്യം തന്നെ അസസ്മെന്റ് എടുക്കും. അസസ്മെന്റിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് സ്പെഷ്യൽ ടെസ്റ്റ് എന്നുള്ളത്. പലപ്പോഴും പേഷ്യൻസിന് ഡിസ്റ്റർബിങ് ആയിട്ടൊക്കെ തോന്നാം ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഷോൾഡർ പെയിൻ ആയിട്ട് വരികയാണെങ്കിൽ പലപ്പോഴും പല രീതിയിലുള്ള മൂവ്മെന്റും അല്ലെങ്കിൽ പല മൂവ്മെന്റ്സിനും ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ സ്പെഷ്യൽ ടെസ്റ്റ് നോക്കുന്നുണ്ടാവുക. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കും, ഇവിടെ വേദന എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പിന്നെ എന്തിനാ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ അവിടെ തന്നെയാണോ വേദന എന്ന് എടുപ്പിച്ചുകൊണ്ട് ചോദിക്കണമെന്ന് പലരും തമാശ പോലെ ചോദിക്കാറുണ്ട്. കാര്യം ഈ സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് എന്താ പറയുക, ഏത് കമ്പാർട്ട്മെന്റിലാണ് അല്ലെങ്കിൽ ഏത് കമ്പോണന്റിലാണ്. ഇപ്പോൾ നമുക്ക് ഷോൾഡർ മസിൽസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, അതിൽ ഒരുപാട് ലിഗമെന്റ്, ക്യാപ്സ്യൂൾസ്, മസിലെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് മസിൽസിലാണ് അല്ലെങ്കിൽ ഏത് കമ്പാർട്ട്മെന്റ്, ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഈ സ്പെഷ്യൽ ടെസ്റ്റുകൾ വെച്ചിട്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത്രയും 100% ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് MRI അതുപോലുള്ള കാര്യങ്ങളിലേക്ക് എടുക്കേണ്ടി വരും. പലപ്പോഴും ഈ ഒരു MRI അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ലിഗമെന്റ്, മസിൽസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സ്പ്രെയിൻ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ആയി അത് എത്രത്തോളം ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റാം. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് എങ്ങനെ ആ ഇഞ്ചുറീനെ മാനേജ് ചെയ്യണം, ഒരുപക്ഷെ കൺസർവേറ്റീവ് ആയിട്ടാണോ അല്ല വേറെ ഏതെങ്കിലും രീതി കൂടെയാണോ മാനേജ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുള്ളൂ.